ജാൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. വനിതാ ദിനത്തിൽ സൗജന്യ ടൈലറിംഗ് പരിശീലനം നൽകി IHT കോളേജ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് തിരൂർ IHT കോളേജും തിരൂർ മുനിസിപ്പാലിറ്റി 19-ാം വാർഡും സംയുക്തമായി നടപ്പിലാക്കിയ ഷീ ലീഡ് എംപവർമെന്റ് പദ്ധതിയുടെ 10 ദിവസത്തെ സൗജന്യ ടൈലറിംഗ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. പയ്യനങ്ങാടി IHT കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ സ്വാഗതം ആശംസിച്ചു. പ്രിൻസിപ്പാൾ കെ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ച പരിപാടി തിരൂർ മുനിസിപ്പാലിറ്റി 19-ാം വാർഡ് കൗൺസിലർ ഷഹീദ് NK ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വാർഡ് തലത്തിൽ നടത്തിയ പരിപാടിയിൽ നിരവധി സ്ത്രീകളാണ് പങ്കെടുത്തത്. സ്ത്രീകൾ വീടിന്റെ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ അവരെ സ്വയം തൊഴിൽ നേടുന്നതിനും പൊതുസമൂഹത്തിൽ ഉയർന്ന ജീവിത നിലവാരം ഉണ്ടാക്കിയെടുക്കുന്നതിനും പ്രാപ്തരാകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് മുമ്പോട്ടുള്ള ജീവിതം കൃത്യമായ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചുവെന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു. 10 ദിവസത്തെ പരിശീലനത്തിന് നേതൃത്വം കൊടുത്ത് വിദ്യാർത്ഥികളുടെ പ്രശംസ ഏറ്റുവാങ്ങിയ അധ്യാപിക ജ്യോതിഷയ്ക്കുള്ള ഉപഹാരം ചടങ്ങിൽ വെച്ച് കൗൺസിലർ നൽകി. കോളേജ് കോഴ്സ് കോർഡിനേറ്റർ ശ്രീഷ്മ ടി പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിച്ചു. ടൈലറിംഗ് പരിശീലനവുമായി ബന്ധപ്പെട്ടിലാണ് നിങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത്രയും പ്രോഗ്രാം നമ്മൾ ഇതിൻ്റെ ഫാഷൻ ഡിസൈനിങ് വിങ്, ഹയ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന വിങ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ തിരൂർ മുനിസിപ്പാലിറ്റിയുമായി ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഈ കാര്യം ആദ്യമായി സംസാരിച്ച് നമുക്കറിയാം നമ്മുടെ വാർഡിലെ 19 ഷഹീദ് കൗൺസിലറുമായിട്ട് സംസാരിക്കുകയും വളരെ താല്പര്യത്തോടു കൂടിയിട്ട് അത് പ്രൊമോട്ട് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 15 കുട്ടികളോളം ഇവിടെ എത്തിയത്. ലാസ്റ്റ് കോഴ്സ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തത് 10 പേരാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ഒരു പ്രായോഗിക പരിശീലനം, എന്തെങ്കിലും കാര്യങ്ങൾ അടിസ്ഥാനമായിട്ടുള്ള നോളജിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ടൈലറിംഗ് പഠിക്കുകയാണ്. ഇതുകൊണ്ട് ഞങ്ങൾ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ലെവലിലേക്ക് പോകണം. അപ്പോൾ നമുക്കറിയാം പല സ്കില്ലുകളുണ്ട്. അപ്പോൾ ഒരു സ്കില്ലിൽ കൃത്യമായി അതിൻ്റെ നല്ല ലെവലിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ജീവിതത്തിലുടനീളം നിങ്ങളെ ഉപജീവനമാർഗമാക്കി മാറ്റാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് പല കുട്ടികളും ഇവിടെ 1 ഇയർ കോഴ്സ് ചെയ്തിട്ട് ബോട്ടിക്ക് തുടങ്ങിയ ആൾക്കാരെല്ലാം ഉണ്ട്. കുറേ ആളുകൾ സ്വന്തമായിട്ട് വീട്ടിൽ വെച്ചിട്ടും സ്വന്തമായിട്ട് കുറേ ഗാർമെൻറ്റ്സ് എടുത്തുന്നവരെല്ലാം ഉണ്ട്. നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോയാൽ ജോലിക്കാണ് നമ്മൾ പഠിക്കുന്നത്. കൈത്തൊഴിൽ പഠിക്കുന്നത് ഇപ്പോൾ നല്ലതാണല്ലേ. ജോലിക്ക് പോയാൽ ആദ്യം ഒരു ചോദിക്കുന്നത് നിങ്ങൾ ചോദിക്കണം, എന്താ ജോലി അറിയാം, പിന്നെ ടൈലറിംഗ് എന്ന് പറയും. പിന്നെ ഒരു അംഗീകൃത സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ആസ്പദമായിട്ട് അവർ 2-3 ജോലിക്ക് തരും. ഇതാണ് സാധാരണ ഇന്റർവ്യൂവിൻ്റെ മെത്തേഡ്. നിങ്ങളിത് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്, ഇത് നിർത്തി പോവാതെ. ഇപ്പോൾ സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ ഈ സ്ഥാപനത്തിൽ എൻ്റെ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഈ സ്ഥാപനത്തിലായിരുന്നു. അക്കൗണ്ട്സ് കോഴ്സായിട്ടാണെങ്കിലും പിന്നെ അതിൽ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ രീതിയിലും ഞാനിപ്പോൾ ഒരു സ്ഥാപനം നടത്തുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിലേക്ക് എത്താൻ എനിക്ക് ഏറ്റവും വലിയ നാഴികക്കല്ലായ ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ ഞാൻ ഈ സ്ഥാപനത്തോടുള്ള കടപ്പാട് എപ്പോഴും ഏതൊരു കുട്ടികളുണ്ടെങ്കിലും ഞാൻ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളെ ആദ്യം സജസ്റ്റ് ചെയ്യൽ സമീർ സാറെ വിളിച്ചിട്ട്, സാറേ ഇനിയൊരു കുട്ടിയുണ്ട്, അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങളത് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല ചെയ്യാമെന്ന് പറഞ്ഞു. എന്ന പോലെ നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അത് തുടക്കമാണ്, നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യരുത്, സ്ത്രീകളാരും അടഞ്ഞ് വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് നമ്മളതായ രീതിയിലുള്ള ആ ഒരു ജോലി, ആ ഒരു വരുമാനം കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തണം എന്ന് കരുതിയിട്ട് മറ്റുള്ളവരെ ഇത് ചെയ്തിട്ട് ഞാനെല്ലാം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ സ്ത്രീകൾക്കും തുല്യ പരിഗണന നൽകിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളിത് പഠിച്ചതോടുകൂടി 10 ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ആയി എന്നുള്ള രീതിയിൽ ഇരിക്കാതെ ഈ ഹയ ഫാഷൻ ഡിസൈനിങ്ങിൽ ബാക്കി നിങ്ങളെ തുടർ പഠനങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. ബാക്കി നിങ്ങളതിലുള്ള ആളുകളുണ്ടാവും, നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവും, അതിനനുസരിച്ച നിർദ്ദേശങ്ങളുണ്ടാവും. ഈ സാമ്പത്തികമായിട്ടാണെങ്കിലും അതിനനുസരിച്ച രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനൊക്കെ മുന്നോട്ട് പോകണമെന്ന് അറിയിച്ചുകൊണ്ട് ഈ സെക്ഷൻ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നമസ്കാരം. നമുക്ക് എല്ലാ കാര്യവും നല്ല രീതിയിൽ ഇവിടെ നോക്കുമ്പോൾ ഞാൻ പഠിച്ചതിൽ വ്യത്യസ്തമായിട്ടാണ് ടീച്ചറിൽ നിന്ന് കിട്ടിയത്. എനിക്ക് നല്ലത് തന്നെ, ഏതായാലും അതുതന്നെ പഠിക്കണമെന്നുണ്ട്. നോക്കട്ടെ വേഗം പറയും. ഈ പരിപാടിയിലേക്ക് ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ കൗൺസിലർ ഷഹീദ് സാറിനും നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, അതുപോലെ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ഷമീർ സാർ, ഇവരൊക്കെ കൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു അവസരം നൽകിയത്. അപ്പോൾ ഈ അവസരത്തിൽ ജാൻമീഡിയ ന്യൂസ് തിരൂർ.